തമിഴ്നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ കവിൻ സെൽവ ഗണേഷ് 27 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ TCS പോലുള്ള ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു അവനെ കൊന്നത് എന്തിൻ്റെ പേരിലാണെന്നറിയാവോ? പ്രണയത്തിൻ്റെ പേരിൽ. സ്കൂൾ കാലം മുതൽ അവനൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. പക്ഷേ ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് ജാതിയുടെ പേരിൽ ഈ ബന്ധം ശക്തമായി എതിർക്കുകയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച മുത്തച്ഛനെ കാണാൻ ആശുപത്രിയിലേക്ക് പോയ കവിനെ പെൺകുട്ടിയുടെ സഹോദരൻ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ 2025-ലും ജാതിയുടെ പേരിൽ ഒരാളുടെ ജീവൻ പോകുന്നു എന്ന് പറയുമ്പോൾ വളരെ ദുഃഖമുള്ളൊരു കാര്യമാണല്ലേ. നമ്മളൊക്കെ വിചാരിക്കും ഇതൊക്കെ പഴയ കാലത്ത് മാത്രം നടക്കുന്ന കാര്യങ്ങളാണ്, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല, ആളുകൾ ഒരുപാട് മാറിപ്പോയിട്ടുണ്ടായിരിക്കുമെന്ന്. പക്ഷേ അങ്ങനെയല്ല സംഭവം കേട്ടോ. നമ്മുടെ നാട്ടിൽ ആരും മാറിയിട്ടില്ല. ഇപ്പോഴും പഴയ ആ നികൃഷ്ടമായ രീതിയിൽ തന്നെയാണ് പലരും ജീവിക്കുന്നത്. എന്താണ് കവിന് സംഭവിച്ചത്? എന്തിൻ്റെ പേരിലായിരുന്നു? എങ്ങനെയാണ് അവനെ കൊലപ്പെടുത്തിയത്? ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. നമസ്കാരം, ഞാൻ അഖിലേഷ് ചന്ദ്രസേനൻ. കവിനും പെൺകുട്ടിയും തമ്മിൽ സ്കൂൾ കാലം മുതലേ പ്രണയത്തിലായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര വർഷം കാണും ഈ ഒരു ബന്ധത്തിൻ്റെ പഴക്കം. അപ്പോൾ എങ്ങനെയാണ് ഈ കൊലപാതകം നടന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? കവിൻ്റെ മുത്തച്ഛൻ രോഗിയായി ആശുപത്രിയിലായിരുന്നു. മുത്തച്ഛനെ കാണാൻ അവൻ തിരുനെൽവേലിയിലേക്ക് പോയി. അപ്പോൾ അവിടെ പെൺകുട്ടിയുടെ സഹോദരനായ സുർജിത്തും അവിടേക്ക് എത്തുകയായിരുന്നു. അവിടെ വന്ന് ഈ ഒരു കവിനെ കാണുകയും അവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയുമാണ്. തൻ്റെ മാതാപിതാക്കൾ മറ്റൊരു സ്ഥലത്തുണ്ടെന്നും ഈ ഒരു കാര്യത്തെക്കുറിച്ച്, തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നതെന്നും നിങ്ങളുടെ ഈ ഒരു വിഷയത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പരിഹരിക്കാനാണ് തയ്യാറാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് തന്നെ ഇവർ തമ്മിൽ ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയും, എന്നിട്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? ആളുകൾ നോക്കി നിൽക്കെ പട്ടാപകൽ ഒരു മനുഷ്യൻ പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ സുർജിത്ത് ആ ഒരു കവിനെ വെട്ടിക്കൊല്ലുകയായിരുന്നു. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? എനിക്കൊരു രീതിയിലും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു ജാതിയുടെ പേരിൽ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത്. പ്രണയത്തിൻ്റെ പേരിൽ ഒരാളെ ഇല്ലാതാക്കാൻ ഒരുത്തിന് എങ്ങനെ ഇത്ര ധൈര്യം വന്നു? ഈ ഒരു സംഭവത്തിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ? ഈ സുർജിത്തിൻ്റെ അച്ഛനും അമ്മയും പോലീസുകാരായിരുന്നു എന്നുള്ളതാണ്. സാധാരണ ഒരു പോലീസ് കോൺസ്റ്റബിൾ അങ്ങനൊന്നുമല്ല, സബ് ഇൻസ്പെക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ കവിൻ്റെ വീട്ടുകാർക്ക് നീതി ലഭിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നതാണ്. കവിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും തയ്യാറായിട്ടില്ലായിരുന്നു അവർ. പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമായിട്ട് അവർ ശക്തമായ പ്രതിഷേധമായിട്ട് മുമ്പോട്ട് പോയി. ആലോചിച്ച് നോക്കിയേ, ഒരു സാധാരണക്കാരന് നീതി കിട്ടാൻ വേണ്ടി എത്രമാത്രം ബുദ്ധിമുട്ടേണ്ടി വരുന്നുണ്ട് നമ്മുടെ ഈ നാട്ടിലെന്ന്. അങ്ങനെ ആളുകളുടെ പ്രതിഷേധം ശക്തമായപ്പോൾ പോലീസിന് മനങ്ങേണ്ടി വരികയായിരുന്നു. അങ്ങനെ സുർജിത്തിൻ്റെ അച്ഛനായ ശരവണനെ അറസ്റ്റ് ചെയ്തു. പക്ഷേ അമ്മയായ കൃഷ്ണകുമാരിയെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. രണ്ടുപേരുടെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ്. കേസിലൊരു നിഷ്പക്ഷമായ അന്വേഷണത്തിന് വേണ്ടി CBCIDക്ക് കൈമാറിയിട്ടുണ്ട് ഗവൺമെന്റ്. ഇപ്പോൾ നീതിക്ക് വേണ്ടി കവിന്റെ കുടുംബം നടത്തിയ ഒരു പോരാട്ടത്തിന്റെ മാത്രം വിജയമാണ്. 5 ദിവസത്തെ പ്രതിഷേധത്തിന് ശേഷം മാത്രമാണ് കവിന്റെ മൃതദേഹം ആ ഒരു കുടുംബം ഏറ്റുവാങ്ങിയത് പോലും. പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട്. നിയമം കൊണ്ട് മാത്രം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുമോ? നിയമങ്ങൾ കുറേയേറെ ഉണ്ടെങ്കിൽ പോലും ആളുകളുടെ മനസ്സിൽ നിന്നും ഈ ജാതിവെറി മാറാതെ പ്രശ്നങ്ങൾ അവസാനിക്കത്തില്ല. ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. കവിൻ്റെ പ്രണയത്തിന് വേണ്ടി അവൻ്റെ ജീവൻ കൊടുത്തു. പക്ഷേ ആ പെൺകുട്ടിക്ക് ഇപ്പോൾ എന്താണ് അവസ്ഥയെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു വശത്ത് താൻ പ്രണയിച്ച വ്യക്തി കൊല്ലപ്പെട്ടു, മറുവശത്ത് സ്വന്തം കുടുംബം. ആ കുട്ടിക്ക് ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും? പക്ഷേ ഇതിനെയൊക്കെ പിറകിൽ അവൾ ഒരു വീഡിയോയുമായി ഇപ്പോൾ വന്നിട്ടുണ്ട്. കവിനെ തനിക്ക് ഇഷ്ടമായിരുന്നുവെന്നും, പക്ഷേ ഈ കൊലപാതകത്തിൽ തൻ്റെ മാതാപിതാക്കൾക്ക് പങ്കില്ല, അതുകൊണ്ട് തന്നെ അവരെ ക്രൂശിക്കരുതെന്നും അവരെ വെറുതെ വിടണമെന്നും അവൾ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ ഒരു കുടുംബത്തിൻ്റെ സമ്മർദ്ദം മൂലമായിരിക്കാം ഈ ഒരു പെൺകുട്ടി ഇങ്ങനെയുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ചിലപ്പം, എനിക്കറിയില്ല അതെന്തായിരിക്കാമെന്ന്. ഈ ഒരു കൊലപാതകം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾക്ക് എത്രയൊക്കെ പുരോഗമനം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ജാതി ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ വിഷയമായിട്ട്, പ്രശ്നമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ ജാതിയുടെ പേരിൽ പ്രണയവും വിവാഹവും നേരെ ഒരുപാട് അക്രമങ്ങളാണ് ഇന്നും നടന്നു വരുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ രാഷ്ട്രീയക്കാർ പോലും 2 ഗ്രൂപ്പുകളായിട്ടാണ് നിൽക്കുന്നത്. ഒരാൾ ഇതിനെ സപ്പോർട്ട് ചെയ്തും മറ്റൊരാൾ ഇതിനെ എതിർത്ത് നിൽക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നും അല്ലേ? മനുഷ്യത്വം എന്നൊരു കാര്യം ഇവർക്കൊന്നുമില്ലേ? ഇവർക്ക് അവരുടെ സ്വന്തം കാര്യം മാത്രമാണോ വലുത്? ഈ ജാതി പേര് നടക്കുന്ന കൊലപാതകങ്ങൾ തടയാൻ പ്രത്യേക നിയമം കൊണ്ടുവരണമെന്ന് ചിലർ പറയുന്നുണ്ട്. അത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതുപോലൊരു ദുരന്തം കേരളത്തിൽ നടന്നിട്ടുണ്ട്, ഓർമ്മയില്ലേ? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കെവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊലപ്പെടുത്തിയത്. അതും ദുരഭിമാന കൊലകാരനായിരുന്നു. കാരണം പ്രണയിച്ചതിൻ്റെ പേരിൽ വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ച് വിവാഹം ചെയ്തു കെവിൻ. ആ ഒരു വിവാഹത്തിൻ്റെ പേരിൽ അവൻ ക്രൂരമായി കൊലപ്പെടുകയായിരുന്നു. ഈ 2 കേസുകളും കാണിക്കുന്ന ദുരഭിമാന കൊലകൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുവായ ഒരു പ്രശ്നം തന്നെയാണ്. ഇതൊരു വിഷമാണ്. ഈ വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം, നിയമം ഒരു പരിധിവരെ മാത്രമേ സഹായിക്കുകയുള്ളൂ. ജനങ്ങളുടെ മനസ്സിൽ മാറ്റം വരണം. അതിന് നല്ല വിദ്യാഭ്യാസം മാത്രം പോരാ,
ഒരു സാമൂഹികപരമായിട്ടുള്ള മാറ്റം പോലും ഉണ്ടാകണം. കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ തുല്യതയും മാനുഷികമായിട്ടുള്ള മൂല്യങ്ങളുടെ അടിസ്ഥാനത്തെയും പറഞ്ഞു മനസ്സിലാക്കി വളർത്തണം. കെവിൻ്റെ മരണം ഒരുപാട് പേർക്കൊരു പാഠമായിരിക്കണം. പ്രണയത്തിൻ്റെ പേരിൽ ഇനിയൊരു ജീവൻ ഇതുപോലെ നഷ്ടപ്പെടാൻ പാടില്ല. ഈ ഒരു സംഭവം നമ്മുടെ ഓർമ്മകളിൽ നിന്ന് വേഗത്തിൽ ചിലപ്പോൾ മാഞ്ഞു പോയേക്കാം. കാരണം ഇത് ഇനിയും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് മറക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണമെന്ന് മാത്രമാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെയുള്ള ജാതിവെറികൾ തുടങ്ങുന്നത് തന്നെ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതലാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു കുട്ടിയെ സ്കൂളിൽ ആദ്യമായിട്ട് കൊണ്ട് ചേർക്കുന്ന സമയത്ത് ആ ഒരു ഫോമിൽ പോലും എഴുതി കൊടുക്കണം തൻ്റെ ജാതി എന്താണെന്നും മതം ഏതാണെന്നും. അവിടെ നിന്നല്ലേ ആദ്യമേ ഇത് തുടച്ചു മാറ്റേണ്ടത്. ജാതിയുടെ പേരിലുള്ള ഈ ഒരു കൊലപാതകങ്ങളും താൻ ഏത് ജാതിയാണ്, താൻ ഇന്ന ജാതിയുടെ പേരിലാണ് വളരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റേണ്ടത് നമ്മുടെ ചെറുപ്രായത്തിൽ നിന്നാണ്. 2025 നമ്മൾ ജീവിക്കുന്നത്. നാസയും അതുപോലെ തന്നെ റഷ്യയും ബഹിരാകാശത്തേക്ക് പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോഴും ചുവാദോഷവും ജാതിയും മതവും പറഞ്ഞ് മറ്റുള്ളവരെ തല്ലാനും കൊല്ലാനും നടക്കുന്നു. നമ്മൾ പുറകോട്ടാണോ ജീവിക്കുന്നത് അതോ മുമ്പോട്ടാണോ ജീവിക്കേണ്ടത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരെ ബൈ.